എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തി ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് എന്നോട് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന എളുപ്പത്തിൽ ചെതുമ്പല് കളയാനുള്ളൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ മത്തി കിട്ടുമ്പോൾ അതിൻ്റെ ചെതുമ്പല് കളയാനായിട്ട് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്യുന്ന ഈ പീലറില്ലേ, അതാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ തൊലി കളയുന്ന പോലെ തന്നെ, എന്ത് വെജിറ്റബിൾസിൻ്റെയും തൊലി കളയുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെതുമ്പല് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം എല്ലാ മത്തിയുടെയും ഇതുപോലെ ചെതുമ്പല് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്യാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന രീതി. ചിലപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്തായാലും അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇനി നിങ്ങളും ഇതുപോലെ മത്തി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പീലറിൽ ചെതുമ്പലൊക്കെ ഫുള്ളായിട്ട് പോന്ന് കിട്ടും. പിന്നെ അധികം തെറിക്കാതെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ആ ഒരു പിടിയുള്ളതുകൊണ്ട് കത്തിയേക്കാളും നല്ല ഈസിയാണ് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് വേഗം ആ ഒരു ചെതുമ്പല് ആ പീലറിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെയാണ് ഞാൻ മത്തി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ചിലർ തലയൊക്കെ വെച്ച് ക്ലീൻ ചെയ്യും. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ മിക്കവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെയ്ത് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ. ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഏത് മീനായാലും ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് മീൻ വാങ്ങി കൊണ്ടുവന്ന വശം തന്നെ അത് നന്നായിട്ട് വെറുതെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ കുറേ നാൾ നമുക്ക് കേടാവാതെ ഇരിക്കും. ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടും ഇതുപോലെ തന്നെ വെള്ളം മുകൾ ഭാഗം വരെ ഒഴിച്ചിട്ട് അത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരു ബോക്സിൽ അടച്ച് വെക്കുക. അപ്പോൾ ഫുള്ളൊരു ഐസിൻ്റെ ഉള്ളിലാവും അത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ കുറേ നാളും കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.